ഭാരതീയ സംസ്കാരത്തിൻ്റെ ഏറ്റവും വലിയ ഒരു സംഭാവനയാണ് യോഗ. യോഗ തെറാപ്പി എന്ന ഒരു പഠന തൊഴിൽ മേഖല നമ്മുടെ മുമ്പിൽ വളരെ വിശാലമായി ലോകം മുഴുവൻ ഒരുപക്ഷെ അംഗീകരിക്കപ്പെടുകയും പടർന്നു പന്തലിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ഭാരതത്തിൻ്റെ ഒരു സംഭാവനയാണ് യോഗ തെറാപ്പി. ആ യോഗ തെറാപ്പി ഇന്ന് സ്കൂളുകളിലും കോളേജുകളിലും ഈവൻ ഇൻഡസ്ട്രീസിലും ഫോഴ്സിലും വരെ മനുഷ്യൻ്റെ ശാരീരികവും മാനസികവുമായ വികാസത്തിനും അതിൻ്റെ സന്തുലിതാവസ്ഥ നിലനിർത്തുന്നതിനും വേണ്ടി നമ്മൾ വളരെ സയൻറ്റിഫിക്കായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു. ആയുഷ് മന്ത്രാലയത്തിൻ്റെ കീഴിൽ നമുക്കിത്തരത്തിലുള്ള കോഴ്സുകൾ അവൈലബിളാണ്. ആയുഷ് മന്ത്രാലയത്തിൻ്റെ അംഗീകാരമുള്ള സർട്ടിഫിക്കേഷൻ മുതൽ പോസ്റ്റ് ഗ്രാജുവേഷൻ വരെയുള്ള കോഴ്സുകൾ നമുക്ക് അവൈലബിളാണ്. ഈ മേഖലയിലേക്ക് കടന്നു വരാൻ ആഗ്രഹിക്കുന്ന തൽപരരായ കുട്ടികൾക്ക് ഒരു മനുഷ്യൻ്റെ അദ്ദേഹം ഒരു രോഗിയാണ് എന്നത് മനസ്സിലാക്കണം. എപ്പോഴും ആ രോഗി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ശാരീരികമായ മാനസികമായ ഒരാളുടെ ആരോഗ്യം അത് സംരക്ഷിക്കുന്നതിന് താല്പര്യമുള്ള ഒരാൾ. അപ്പോൾ അത്തരത്തിൽ ഈ സാധ്യതകളെ ഉപയോഗപ്പെടുത്താൻ താല്പര്യമുള്ള ഒരു വലിയ ജനവിഭാഗത്തിനെ ആ മേഖലയിലേക്ക് ചേരുവാനുള്ള അവിടെ പരിശീലനം നൽകുവാനുള്ള ശ്രമങ്ങൾക്ക് നേതൃത്വം നൽകുക എന്നതാണ് ഒരു യോഗ തെറാപ്പിസ്റ്റിൻ്റെ ഏറ്റവും വലിയ ചുമതല. നാഷണൽ ലെവലിൽ നടക്കുന്ന നീറ്റ് എക്സാമിനേഷൻ, ആ നീറ്റ് എക്സാമിനേഷൻ്റെ സ്കോറ് പ്രകാരം വേണമെങ്കിൽ ഈ കുട്ടികൾക്ക് നാച്ചുറോപ്പതി ആൻഡ് യോഗ തെറാപ്പി എന്ന മേഖലയിലേക്ക് കടന്നു വരാൻ അവസരമുണ്ട്. അതുപോലെ അത് ചികിത്സാ മേഖലയുമായി ബന്ധപ്പെട്ട് പ്രകൃതി ചികിത്സയും യോഗ തെറാപ്പിയും കൂടെ ഇൻ്റഗ്രേറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ളൊരു പഠന തൊഴിൽ മേഖലയാണ്. ഒരുപക്ഷെ അത് വേണമെങ്കിൽ കുട്ടികൾക്ക് ഓപ്റ്റ് ചെയ്യാൻ സാധിക്കും. രണ്ടാമത് ഒരു മേഖല എന്ന് പറയുന്നത് പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ ഇൻ യോഗ സയൻസ്, യോഗ തെറാപ്പി തുടങ്ങിയ മേഖലകളാണ്. ഇതിൽ സർട്ടിഫിക്കേഷൻ പ്രോഗ്രാംസ് നമുക്ക് അവൈലബിൾ ആണ്, MSc പ്രോഗ്രാംസ് അവൈലബിൾ ആണ്. ഇതെല്ലാം വിവിധ സർവകലാശാലകളിൽ ഓഫർ ചെയ്യപ്പെടുന്നുണ്ട്. ഇത്തരത്തിലുള്ള കോഴ്സുകൾ നാഷണൽ ലെവലിലുള്ള യൂണിവേഴ്സിറ്റികൾ, കേന്ദ്ര സർവകലാശാലകൾ ഓഫർ ചെയ്യുന്നുണ്ട്. കേരള സർവകലാശാല നടത്തുന്ന ഡിപ്ലോമ പ്രോഗ്രാമുകളുണ്ട്, സ്കോൾ കേരള നടത്തുന്ന പ്രോഗ്രാമുകളുണ്ട്. +2 കഴിഞ്ഞ കുട്ടികൾക്കൊക്കെ ജോയിൻ ചെയ്യാൻ കഴിയുന്ന ഇത്തരത്തിലുള്ള കോഴ്സുകളെക്കുറിച്ച് അറിയാനും അത്തരത്തിലുള്ള കോഴ്സുകളിൽ ജോയിൻ ചെയ്യാനും കുട്ടികൾക്ക് സാധിക്കും. വളരെ ചുരുങ്ങിയ ഫീസ് കൊണ്ട് ഒരു വർഷം കൊണ്ടൊക്കെ കവർ ചെയ്യാൻ സാധിക്കുന്ന 12,000 ആ റേഞ്ചിലൊക്കെയാണ് ചെറിയ സ്കോൾ കേരളയുടെയൊക്കെ അല്ലെങ്കിൽ അതുപോലുള്ള ഓപ്പൺ സ്കൂളിംഗ് സംവിധാനത്തിലൊക്കെ നമുക്ക് കോഴ്സ് ഫീസ് വരിക. അപ്പോൾ ഇത്തരത്തിൽ ഉള്ള സർക്കാർ അംഗീകൃതമായിട്ടുള്ള സ്ഥാപനങ്ങൾ തന്നെ നമുക്ക് ധാരാളം അവൈലബിൾ ആണ്. അവിടെയൊക്കെ പോയിട്ട് പഠിക്കാനായിട്ട് സാധിക്കും. യോഗയെ തന്നെ നമുക്ക് ഫിസിക്കലായിട്ടും അതുപോലെ തന്നെ മെൻ്റലായിട്ടുമുള്ള അപ്ലിഫ്റ്റ്മെൻറ്റ്, അതിൻ്റെ ഒരു കൺസിസ്റ്റൻസി നിലനിർത്താനുള്ള തയ്യാറെടുപ്പുകൾ, ഇതിനെ നമുക്ക് രാജയോഗം എന്നൊക്കെ പറയുന്ന മേഖലകളിലേക്ക് സ്പെഷ്യലൈസ് ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാർക്ക് അത്തരത്തിൽ ധ്യാനം ഒക്കെയാണ് നമുക്ക് ഒരു മേഖല വരിക. മനസ്സിനെ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന, ഫിസിക്കൽ ബോഡിയുടെ ഇമ്പ്രൂവ്മെൻറ്റിനേക്കാൾ ഉപരി അവൻ്റെ മനസ്സിനെ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന, റിലാക്സ് ചെയ്യുന്ന തരത്തിലുള്ള പഠന മേഖലകളാണ് ഇവിടെ ഒരു മേഖലയിൽ പ്രതിപാദിക്കപ്പെടുക. രാജയോഗ എന്നൊക്കെ പറയുന്ന മേഖലകളൊക്കെ ആ ഒരു മേഖലയാണ്. അവിടെ കോൺസെൻട്രേറ്റ് ചെയ്യാൻ, സ്പെഷ്യലൈസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആൾക്കാർക്ക് അത് വേണമെങ്കിൽ ഓപ്റ്റ് ചെയ്യാൻ സാധിക്കും. അതല്ലെങ്കിൽ നമുക്ക് ഫിസിക്കലായിട്ടുള്ള കാര്യങ്ങളോടാണ് കൂടുതൽ താല്പര്യം, അവിടെയാണ് കോൺസെൻട്രേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് എങ്കിൽ അത്തരത്തിലൊരു മേഖല നമുക്ക് ഓപ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതെല്ലാം നമുക്കിപ്പോൾ ഇൻഡസ്ട്രീസ് ആയാലും ജയിലുകളായാലും പോലീസ് സേനയായാലും ആർമി ആയാലും ഇവിടെയൊക്കെ ജനങ്ങൾക്ക് രാവിലെ അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ ടൈമിൽ യോഗ നിഷ്കർഷിക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണങ്ങളിലൊന്ന് അവരെ മെൻ്റലി ആൻഡ് ഫിസിക്കലി ലൂസൺ ചെയ്യാൻ, അവരുടെ സ്ട്രെസ്സ് റിലീസ് ചെയ്തുകൊണ്ട് അവരെ തൊഴിൽ മേഖലയിൽ കൂടുതൽ പ്രൊഡക്റ്റീവ് ആക്കാൻ സാധിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ്. അപ്പോൾ അത്തരത്തിലുള്ള തയ്യാറെടുപ്പുകൾക്ക് താല്പര്യമുള്ള കുട്ടികളുണ്ട് എങ്കിൽ അവർക്ക് പഠനത്തിനൊപ്പവും പഠനത്തിന് ശേഷവും ഒക്കെ ഫുൾ ടൈമും പാർട്ട് ടൈമുമായിട്ട് പഠിക്കാൻ കഴിയുന്ന സംവിധാനങ്ങൾ നമ്മുടെ രാജ്യത്തുണ്ട്. വിവിധ സർവകലാശാലകൾ ഈ മേഖലയിൽ ഗവേഷണ സാധ്യതകൾ വരെ നമുക്ക് അവസരമൊരുക്കുന്നുണ്ട്. വിദേശ രാജ്യങ്ങളിൽ പലപ്പോഴും നമ്മളുടെ രാജ്യത്ത് നിന്നുള്ള റിസോഴ്സ് പേഴ്സൺസ് പോയി പഠിപ്പിക്കുന്ന സാഹചര്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. കാരണം അത്രയധികം ഇൻ്റർനാഷണലി ശ്രദ്ധേയമായിട്ടുള്ള ഒരു മേഖലയാണ്. ഇന്ത്യയുടെ തനത് സംസ്കാരത്തിൻ്റെ ഭാഗമായിട്ടുള്ള നമ്മുടെ പൗരാണിക സാംസ്കാരിക പ്രവർത്തനങ്ങളുടെ അനന്തരഫലമായിട്ട് ഡെവലപ്പ് ചെയ്യപ്പെട്ടു വന്നിട്ടുള്ള ഈ പറയുന്ന യോഗ എന്ന് പറയുന്ന ഒരു സംവിധാനം. ആ യോഗ തെറാപ്പി സ്വന്തമായിട്ട് നമ്മൾക്കൊരു ക്ലിനിക്ക് പോലെ സ്വന്തമായിട്ട് പ്രാക്ടീസ് ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാർക്ക് വേണമെങ്കിൽ അത് ശ്രമിക്കാം.
അതല്ല ഏതെങ്കിലും സ്ഥാപനത്തിലോ ആശുപത്രികളിലോ ഇതുപോലുള്ള മറ്റ് ഓർഗനൈസേഷൻസിലോ വർക്ക് ചെയ്യാനാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ അത്തരത്തിൽ വേണമെങ്കിൽ അവർക്കത് ഫോളോ ചെയ്യാനായിട്ട് സാധിക്കും, ആ തൊഴിൽ മേഖലയിലേക്ക് എത്തിച്ചേരാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതിലേതാണ് കുട്ടികൾ ഓപ്റ്റ് ചെയ്യുന്നത്? നല്ല ക്ഷമയോടുകൂടെ ആൾക്കാരെ കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കാനും ഇത് ഡെമോ ചെയ്യാനായിട്ട് യോഗ ഡെമോൺസ്ട്രേറ്റർ എന്ന് പറയുന്ന ഒരു തൊഴിൽ മേഖല തന്നെ നമ്മുടെ മുമ്പിലുണ്ട്. ശരീരത്തിനെ വിവിധ ഇപ്പം സൂര്യ നമസ്കാരം പോലുള്ള മേഖലകളിൽ വരുന്ന വിവിധ ആസനങ്ങളെ നമ്മുടെ മുമ്പിലിരിക്കുന്ന നമ്മളെ പഠിക്കാൻ വന്നിരിക്കുന്ന കുട്ടികളെ പറഞ്ഞു മനസ്സിലാക്കുകയും ആ സിസ്റ്റം കറക്റ്റ് ഫോളോ ചെയ്യാനും അതിൻ്റെ ആഫ്റ്റർ എഫക്ട്സും അതുപോലെ തന്നെ അതിനു വേണ്ട തയ്യാറെടുപ്പുകളും എല്ലാം ആൾക്കാരെ പറഞ്ഞ് മനസ്സിലാക്കാനും അത് കാണിച്ചു കൊടുക്കാനും ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കൊടുക്കാനുമുള്ള ഒരു മികവുണ്ടായിരിക്കണം. അപ്പോൾ ആ ഒരു ബോഡി ഫ്ലെക്സിബിലിറ്റിയും അതേപോലെ തന്നെ ഇത് കുട്ടികളിലേക്ക് കറക്റ്റായിട്ട് എത്തിച്ചു കൊടുക്കാനുള്ള കമ്മ്യൂണിക്കേഷൻ സ്കില്ലും ഡെമോൺസ്ട്രേറ്റ് ചെയ്യാനുള്ള ബോഡിലി കൈനസെറ്റിക് ഇൻ്റലിജൻസ് എന്ന് പറയുന്ന ബോഡിയുടെ ഫ്ലെക്സിബിലിറ്റിയും ഒക്കെ ഇവിടെ വളരെ പ്രധാനപ്പെട്ടതാണ്. അത് തെറ്റായ രീതിയിൽ കാണിച്ചു കൊടുത്താൽ ഉണ്ടാകാവുന്ന അപകടങ്ങളെക്കുറിച്ച് കൂടി ബോധവാന്മാരായിരിക്കണം. അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ കൃത്യമായ ഒരു റോള് പ്ലേ ചെയ്യാനുള്ളൊരു മേഖല തന്നെയാണ് യോഗ തെറാപ്പിസ്റ്റിൻ്റേത്. ആ യോഗ തെറാപ്പിസ്റ്റിൻ്റെ ഈ ഒരു തൊഴിൽ മേഖലയിലേക്ക് എൻട്രി ചെയ്യാൻ കഴിയുന്നത് പലപ്പോഴും ഫ്രീലാൻസ് ആയിട്ട് മാത്രമല്ല എന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. യോഗ ക്ലബ്ബുകളുണ്ട്. ഹോട്ടലുകളിലൊക്കെ വിദേശ രാജ്യങ്ങളിൽ നിന്ന് വരുന്ന ആൾക്കാർക്ക് സ്പാ തെറാപ്പി പോലുള്ള മേഖലകൾ, ഇതൊക്കെ ഒരു ഹോളിസ്റ്റിക് മെഡിക്കൽ കെയർ എന്ന് പറയുന്ന മേഖലയിൽ ഉൾപ്പെടുന്ന ഒരു തൊഴിൽ മേഖലയാണ്, പഠന മേഖലയാണ് യോഗ. അതുകൂടാതെ അക്യൂപങ്ക്ചറും സ്പാ തെറാപ്പി പോലുള്ള മേഖലകളും ഒക്കെ ഇത്തരത്തിലുള്ള ഹോളിസ്റ്റിക് മെഡിക്കൽ കെയർ എന്ന് പറയുന്ന മേഖലയുടെ വിവിധങ്ങളായിട്ടുള്ള പാർട്ടുകളാണ്. ചൈനീസ് ഒറിജിനിൽ പെട്ടതാണ് അക്വാപങ്ക്ചറെങ്കിൽ നമുക്ക് ഇവിടെ ഭാരതത്തിൽ തന്നെ ഉത്ഭവിച്ചിട്ടുള്ളൊരു ചികിത്സാ രീതി തന്നെയാണ് ഈ പറയുന്ന മേഖല. അപ്പോൾ യോഗ ചെയ്യുന്ന ആൾക്കാരുടെ ഭക്ഷണക്രമങ്ങളിൽ വരുത്തേണ്ട മാറ്റങ്ങൾ, അതിൽ അവർ പാലിക്കേണ്ട ചില നിഷ്കർഷകളൊക്കെ അവരെ കൂടുതൽ റിസൾട്ട് ഓറിയൻറ്റഡ് ആക്കാൻ സഹായിക്കുമെന്ന് കൃത്യമായിട്ട് നമുക്ക് പറയാൻ കഴിയണം. അപ്പോൾ അങ്ങനെയുള്ള രോഗങ്ങൾ കണ്ടെത്തുക, അതായത് ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം യോഗ പഠിക്കുമ്പോഴത്തേക്കും നമുക്കവിടെ പഠിക്കാനുള്ള സബ്ജക്റ്റുകൾ എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു ഫിലോസഫിക്കൽ പാറ്റേണായിട്ട് വരുന്നൊരു വലിയ മേഖലയുണ്ട്. കാരണം ഈ മെൻ്റൽ ഹെൽത്തുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ പറയുമ്പോൾ ഒരാളുടെ മാനസികമായ ആരോഗ്യവുമായിട്ട് ബന്ധപ്പെടുത്തുമ്പോൾ നമുക്ക് ഈ യോഗയുടെ ഒരു ഫിലോസഫിക്കൽ ഏരിയ നമുക്ക് അവിടെ പ്രതിപാദിക്കേണ്ടി വരും. അപ്പോൾ ആ ഒരു ഫിലോസഫിക്കൽ ഏരിയയെക്കുറിച്ചിട്ടുള്ള ഭാരതീയ ഫിലോസഫിയെക്കുറിച്ചിട്ടുള്ള പഠന മേഖലയാണ് അതിലെ ഒരു പാർട്ട്. ഈ ഫിലോസഫിയാണ് പലപ്പോഴും ഈ പേഷ്യൻറ്റിനെ വളരെ റിലാക്സ്ഡ് ആക്കാനായിട്ട് സഹായിക്കുക. രണ്ടാമത് വരുന്ന മേഖല എന്ന് പറയുന്നത് ഇയാളുടെ അനാട്ടമിയാണ്, ഫിസിക്കൽ അനാട്ടമി, ശരീരത്തിൻ്റെ ശാസ്ത്രം. ആ ശരീരശാസ്ത്രം പഠിച്ചാൽ മാത്രമേ അടുത്ത ഒരു ഈ ട്രീറ്റ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട മേഖലകളിലേക്കൊക്കെ ഇയാൾക്ക് പോകുന്നതിന് സഹായകരമാവുള്ളൂ. ശരീരം എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്, ആ പ്രവർത്തനങ്ങളെ യോഗ എങ്ങനെയാണ് അഫക്റ്റ് ചെയ്യുന്നത് തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ചുള്ള ധാരണകളുണ്ടാവണം. അപ്പോൾ അതും നമ്മുടെ സിലബസിലുണ്ടാകും. മൂന്നാമത് വരുന്നൊരു മേഖല എന്ന് പറയുന്നത് ഇയാളുടെ രോഗങ്ങൾ എങ്ങനെയാണ് ഐഡൻറ്റിഫൈ ചെയ്യുക, ആ ക്ലിനിക്കൽ ഐഡൻറ്റിഫിക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട മേഖലകളിൽ എത്രമാത്രം അറിവ് ഇയാൾക്ക് വേണം എന്നുള്ളതിനെക്കുറിച്ചുള്ള മേഖലകളായിരിക്കും മൂന്നാമത് വരുന്ന മേഖല. ഇത് കഴിഞ്ഞിട്ടാണ് യോഗ തെറാപ്പി എന്ന് പറയുന്ന ആ ഒരു ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നൊരു മേഖലയിലേക്ക് നമ്മൾ കടന്നു ചെല്ലുക, അല്ലെങ്കിൽ അപ്ലൈ ചെയ്യുന്നൊരു മേഖലയിലേക്ക് നമ്മൾ കടന്നു ചെല്ലുക. അപ്പോൾ ഇത്തരത്തിൽ നല്ല താല്പര്യത്തോടുകൂടെ നിഷ്കർഷയോടുകൂടെ മുന്നോട്ട് പോകാൻ കഴിയുന്ന ഒരാൾക്ക് മുമ്പിൽ സാധ്യതകൾ ഏറെ ഓപ്പൺ ആക്കപ്പെടുന്നൊരു കാലം കൂടിയാണ്. കാരണം ലോകം മുഴുവനും യോഗ ഡേയിലൊക്കെ നമുക്കറിയാം നമ്മുടെ പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ള ആൾക്കാർ വളരെയധികം താല്പര്യമെടുത്ത യോഗ എന്നൊരാശയത്തെ ലോകം മുഴുവൻ പ്രചരിപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു. UN അടക്കമുള്ള ഏജൻസികൾ വിദേശത്തുള്ള പല സർവകലാശാലകളും അവരുടെ കരിക്കുലത്തിൻ്റെ പാർട്ടാക്കിയിട്ട് യോഗയെ മാറ്റിയിരിക്കുന്നു. അപ്പോൾ വിദേശ രാജ്യങ്ങളിലും ഇന്ത്യയിലും ഒക്കെ ധാരാളം സാധ്യതകൾ നമുക്ക് മുമ്പിൽ തുറന്നു തരുന്നു എന്നുള്ളൊരു പ്രത്യേകത യോഗയ്ക്കുണ്ട്. പുതിയ നമ്മുടെ വിദ്യാഭ്യാസ നയത്തിൻ്റെ ഭാഗമായിട്ട് സ്കൂൾ കോളേജുകളിലൊക്കെ നമുക്ക് യോഗ പരിശീലകരെ ആവശ്യമായിട്ട് വരുന്നൊരു സാഹചര്യം ഉണ്ടായേക്കാം. അപ്പോൾ ഒരു പുതിയ തൊഴിൽ മേഖല സ്കോൾ കേരളയൊക്കെ ഈ രംഗത്ത് വരാൻ പോകുന്ന ആ വലിയ സാധ്യതയെ മുന്നിൽ കണ്ടുകൊണ്ടാണ് ഇത്തരത്തിലുള്ള കോഴ്സുകളൊക്കെ ഡെവലപ്പ് ചെയ്ത് അവതരിപ്പിച്ച് തുടങ്ങിയിട്ടുള്ളത്. അപ്പോൾ ഇതിനെയൊക്കെ കുട്ടികൾക്ക് ഭംഗിയായിട്ട് ഉപയോഗപ്പെടുത്താൻ കഴിയും. മാനസികവും ശാരീരികവുമായിട്ടുള്ള ഒരാളുടെ ആരോഗ്യത്തെ നിലനിർത്താനും അതിനെ കൂടുതൽ ഗുണപരമായ മാറ്റങ്ങളിലേക്ക് കൊണ്ടുചെന്നെത്തിക്കാനും മനുഷ്യൻ്റെ ചിന്തകളെയും അവൻ്റെ പ്രതികരണ ശേഷിയെയും നിയന്ത്രിക്കുന്നതിനും സ്ട്രെസ്സ് മാക്സിമം റിലീസ് ചെയ്യുന്നതിനും ഒക്കെ സഹായകരമായിട്ടുള്ള ഒരു പരമ്പരാഗത ചികിത്സാ സമ്പ്രദായം, ഒരു ഹോളിസ്റ്റിക് മെഡിക്കൽ കെയർ എന്ന് പറയുന്ന മേഖലയിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു പഠന മേഖലയാണ് യോഗ തെറാപ്പി എന്ന് പറയുന്ന മേഖല. താല്പര്യമുള്ള കുട്ടികൾക്ക്
പഠനത്തിനൊപ്പമോ പഠനത്തിന് പാരലായിട്ടോ സർട്ടിഫിക്കേഷൻ മുതൽ പോസ്റ്റ് ഗ്രാജുവേഷൻ അതിനുശേഷം റിസർച്ച് വരെ ചെയ്യുന്നതിനുള്ള സാധ്യതകൾ നമുക്ക് മുമ്പിൽ ലഭ്യമാണ്. ഈ ലഭ്യമായ സാഹചര്യങ്ങളെ നമുക്ക് കേരളത്തിലും ഈ സാധ്യതകളുണ്ട്. കേന്ദ്ര സർവകലാശാലയും അതുപോലെ തന്നെ സ്കോൾ കേരളയുടെ ക്യാമ്പസുകളും തുടർ വിദ്യാഭ്യാസ കേന്ദ്രം കേരള യൂണിവേഴ്സിറ്റി അടക്കമുള്ള സർവകലാശാലകൾ MG യൂണിവേഴ്സിറ്റി പോലുള്ള സ്ഥാപനങ്ങളൊക്കെ ഇത്തരത്തിലുള്ള സാധ്യതകൾ നമുക്ക് മുമ്പിൽ ഓപ്പൺ ചെയ്ത് തരുന്നുണ്ട്. അങ്ങനെ വിവിധങ്ങളായിട്ടുള്ള സർവകലാശാലകൾ, വിവിധങ്ങളായിട്ടുള്ള സ്ഥാപനങ്ങൾ, ആയുഷ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കീഴിൽ അവരുടെ അനുമതിയോടുകൂടെ പ്രവർത്തിക്കുന്ന കോഴ്സുകളാണ് ഇതിൽ പലതും. അപ്പോൾ അത്തരത്തിൽ ആയുഷ് എന്ന് പറയുന്ന ചികിത്സാ രീതിയാണ് ആയുർവേദവും യുനാനിയും ഒക്കെ ഉൾപ്പെടുന്ന മേഖല. ആ മേഖലയുടെ കീഴിലാണ് ഈ യോഗ തെറാപ്പിയും ഒക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നാച്ചുറോപ്പതിയും യോഗ തെറാപ്പിയൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ അവരുടെ അംഗീകാരം കൂടി ഈ മേഖലയിൽ നമുക്ക് ലഭ്യമാണ് എന്നുള്ളതും മനസ്സിലാക്കണം. അതുകൊണ്ട് തന്നെ ഭാവിയിലേക്കുള്ള സാധ്യതകളെ കൃത്യമായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ, അതിനെ കൃത്യമായിട്ട് നമ്മളുടെ കീശയിലാക്കാനുള്ള തയ്യാറെടുപ്പുകൾക്ക് കുട്ടികൾക്ക് വേണമെങ്കിൽ നോക്കാം. ഇത് റെഗുലർ പഠനത്തിന് പാരലായിട്ട് ഒരു ആഡ് ഓൺ പ്രോഗ്രാം എന്ന നിലയിൽ പോകാൻ താല്പര്യമുള്ള കുട്ടികൾക്ക് സർട്ടിഫിക്കേഷൻ പോലുള്ള പ്രോഗ്രാമുകൾ വേണമെങ്കിൽ ഓപ്റ്റ് ചെയ്യാം. ഒരു പാർട്ട് ടൈം ജോബ് എന്ന രീതിയിൽ, കാരണം പലപ്പോഴും വൈകുന്നേരങ്ങളിലും രാവിലെയും ആയിരിക്കും ഇത്തരത്തിലുള്ള പാർലറുകൾ പ്രവർത്തിക്കുക, യോഗ പാർലറുകൾ, യോഗ സെൻറ്റേഴ്സ് പ്രവർത്തിക്കുക. അപ്പോൾ ആ യോഗ സെൻറ്റേഴ്സിനെ കുറേ കൂടെ പ്രൊഫഷണലായിട്ട് അവതരിപ്പിക്കാൻ, അവിടെ ഒരു മാനേജ്മെൻറ്റ് സിസ്റ്റത്തെ അപ്ലൈ ചെയ്യാൻ, ഒരു പ്രൊഫഷണലിസം കൊണ്ടുവന്നുകൊണ്ട് ഇതിനെ വളരെ വിശാലമായ ഒരു തൊഴിൽ മേഖലയായിട്ട് വളർത്തിയെടുക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ തീർച്ചയായിട്ടും ധാരാളം സാധ്യതകൾ നമുക്ക് മുമ്പിൽ ഓപ്പൺ ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു മേഖല തന്നെയാണ് യോഗ തെറാപ്പി എന്ന് പറയുന്ന മേഖല. സാധ്യതകൾ ധാരാളമാണ്, അനന്തമാണ്. ആ സാധ്യതകളെ കൃത്യമായി കണ്ടെത്താൻ, അതിനെ കൈപ്പിടിയിൽ ഒതുക്കാനുള്ള ഒരു തയ്യാറെടുപ്പ് തീർച്ചയായിട്ടും നിങ്ങൾക്കുണ്ടെങ്കിൽ ഭാവിയിലേക്ക് സാധ്യതകൾ നമുക്ക് മുമ്പിൽ തുറന്നു തരുന്ന ഒരു തൊഴിൽ മേഖല കൂടി നിങ്ങളുടെ കൈപ്പിടിയിൽ ഒതുങ്ങും. തീർച്ചയായിട്ടും അതിനു വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകൾക്കും നിങ്ങൾക്ക് ഒരുങ്ങാവുന്നതാണ്.